ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓലനാണ്. ഞാനിപ്പം കുമ്പളങ്ങയുടെ ഓലനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുമ്പളങ്ങ ഞാനിപ്പോൾ ഒരു 500 ഗ്രാമിനുള്ള 450 ഗ്രാം ഉണ്ട് ഇത്. പിന്നെ ഒരു 2-3 അച്ചിങ്ങ, കുറച്ച് വൻപയർ ഇടും. അത് ഓൾറെഡി വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങയുടെ തൊണ്ടൊക്കെ ചെത്തി വേവിക്കാൻ വെക്കാം. ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് ഇടുന്ന് കളഞ്ഞ് ഈ തൊണ്ട് ശരിക്കും നല്ലപോലെ നമുക്ക് വൈറ്റും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഓലനാണല്ലോ വേണ്ടത്, നല്ല വൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളറൊക്കെ കറക്റ്റായിട്ട് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇച്ചിരി തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 അച്ചിങ്ങ ഉണ്ടായിരുന്നു ഇട്ടു. ഒരു പച്ചമുളക് ഇടുവാണ്. 2 കറിവേപ്പില, കുറച്ച് ഉപ്പ്, ഇനി വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം നമുക്ക് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള. നമുക്ക് ജസ്റ്റ് ഇത് വേവാൻ ആവശ്യത്തിനുള്ള മാത്രം, അല്ലെങ്കിൽ പിന്നെ വെള്ളം പറ്റിക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. തേങ്ങാപ്പാലിന് ഞാനിപ്പം നിറയെ നല്ലപോലെ നിറച്ച് 1 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി എന്ന് പറയാം, അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല വൈറ്റ് ആയിട്ടുള്ള പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള തേങ്ങയാണ്. അത് ഞാൻ പക്ഷേ എന്നിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ പാല് പിഴിയാൻ പോകുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പാല് പിഴിയണത്. ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിനോട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് എക്സ്ട്രാക്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തലപ്പാൽ ഒരു 3/4 ഗ്ലാസ് പാലുണ്ട്. പിന്നെ ഇത് 2-ാം പാലും 3-ാം പാലും കൂടി ഒന്നിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അത് 1 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് നോക്കിയപ്പോൾ കണ്ടോ, കുമ്പളങ്ങ അച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു ചട്ടിയിലോട്ട് മാറ്റുവാണ്. കാരണം നമുക്ക് കുക്കറിനേക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണല്ലോ ചട്ടിക്കകത്തില്ല. നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് പറ്റിച്ച് കളഞ്ഞേക്കാം. കാരണം നമുക്ക് ഈ വെള്ളം വേണ്ട, തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് വെച്ചിരിക്കുവാണല്ലോ. പിന്നെ വെള്ളം പറ്റിക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഈ പയർ ഇട്ട് കളർ, ഇനി ഇതെല്ലാം പയറിൻ്റെ കളർ ചേർത്ത് കളർ മാറണ്ടെന്നുണ്ടെങ്കിൽ പയർ ഇടണ്ട. ഞാനിപ്പോൾ ഇച്ചിരി പയറേ ഇടുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ പയറേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കാം. ഇതിനകത്തോട്ട് ഞാനിപ്പം ഒരു പച്ചമുളക് ഇങ്ങനെ നടുവേ കുളന്നിട്ട് കൊടുക്കുകയാണ്. അത്ര എരിവുള്ള പച്ചമുളകൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ലുക്കിന് വേണ്ടിയിട്ട് മാത്രം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാലൊഴിച്ച് ഇത് ഫിനിഷാക്കാം. സൈഡിൽ നിന്ന് തിള വന്നു. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഇത് പിരിഞ്ഞു പോകും. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുവാണ്, കാരണം ചട്ടിക്ക് ചൂടുണ്ടല്ലോ. അത് ഇടുന്ന് പിന്നെയും ചൂടായിക്കൊണ്ടിരിക്കും. ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല ഓലന്, നമ്മൾ ജസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഇത് ഫിനിഷാക്കും. ഇതാണ് ഇതിൻ്റെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ്. തേങ്ങാപ്പാൽ പിഴിയുന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ള പണിയതിനകത്ത്. അപ്പം നമ്മുടെ ഓലനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങാപ്പാൽ മാത്രം ഉള്ളൊരു ടഫ് ജോബ് എന്ന് പറയുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.